നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും ഏനറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ പേര് മെസ്സേജ് അയച്ചും ഫോൺ ചെയ്തും ചോദിക്കുന്ന ഒരു കാര്യമാണ് യുകെയിലെ പെർമനന്റ് റെസിഡൻസി കിട്ടുന്ന കാലാവധി 5 വർഷത്തിൽ നിന്ന് 10 വർഷമാക്കി മാറ്റുക എന്നുള്ളത്. നമുക്കെല്ലാം അറിയാമല്ലോ, നിലവിലെ നിയമം അനുസരിച്ച് യുകെയിൽ സ്കിൽഡ് വർക്കർ വിസയിൽ 5 വർഷം നിൽക്കുക, അല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡായിട്ട് 5 വർഷം നിന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന സംശയം, ആ 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കി മാറ്റിയോ എന്നുള്ളതാണ്. ആദ്യം തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ഈ നിമിഷം വരെ യുകെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒഫീഷ്യലായിട്ട് ഒരു അനൗൺസ്മെൻറ്റും വന്നിട്ടില്ല ഈ PR കാലാവധി, അതായത് പെർമനന്റ് റെസിഡൻസി കാലാവധി 5 വർഷത്തിൽ നിന്ന് 10 വർഷം ആക്കിയതിനെ കുറിച്ച് ഒരു മുന്നറിയിപ്പും ഇതുവരെ വന്നിട്ടില്ല. യുകെ ഗവൺമെൻറ് കാലാകാലങ്ങളിൽ അവരുടെ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. അന്നേരം ഈ മാസത്തെ ഇതുവരെ അവർ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇവിടുത്തെ ഒരു പ്രമുഖ ന്യൂസ് പേപ്പറിൽ വന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചു എന്നാണ്. അതായത് യുകെ ഗവൺമെൻറ് ഈ 5 വർഷം കൊണ്ട് പെർമനന്റ് റെസിഡൻസി കിട്ടുന്ന കാലാവധി 10 മാറ്റാൻ പോകുന്നു എന്നുള്ള വിവരം ലഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നാണ് അത് ലഭിച്ചിരിക്കുന്നതെന്നും അടുത്ത ഇമിഗ്രേഷൻ അപ്ഡേറ്റിൽ അതുണ്ടാകും എന്നാണ് അവർ ആ ന്യൂസിലൂടെ പറഞ്ഞിരിക്കുന്നത്. യുകെയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളെല്ലാം തന്നെ തത്സമയം തന്നെ നിങ്ങളെ അറിയിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നതായിരിക്കും. ആ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ ന്യൂസിൽ വന്നിരിക്കുന്ന വാർത്ത സത്യമാണെങ്കിൽ അത് സത്യം പറഞ്ഞാൽ ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും യുകെയിലെത്തിയവർക്ക് സൃഷ്ടിക്കുക. കാരണം കെയർ വിസയും സീനിയർ കെയർ വിസയും ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലാക്കിയത് 2021 കാലഘട്ടം തൊട്ടാണ്. അതുകൊണ്ട് തന്നെ ആ കെയറായിട്ടോ സീനിയർ കെയറായിട്ടോ വന്നവർക്ക് ആർക്കും തന്നെ ഇതുവരെ പെർമനന്റ് റെസിഡൻസി ലഭിച്ചിട്ടില്ല. അവർക്ക് പെർമനന്റ് റെസിഡൻസി ലഭിക്കുന്നത് അടുത്ത വർഷം തൊട്ടായിരിക്കും. കാരണം യുകെയിൽ സ്കിൽഡ് വർക്കർ എത്തിക്കഴിഞ്ഞ് 4 വർഷവും 11 മാസവും കഴിയുമ്പോൾ അവർക്ക് പെർമനന്റ് റെസിഡൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതുവരെ ആർക്കും ആ കാലാവധി എത്തപ്പെടാത്തത് കൊണ്ട് തന്നെ ആരും ഇതുവരെ പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഈ ഒരു 5 വർഷം തികച്ച് പെർമനന്റ് റെസിഡൻസി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അന്നേരം ഇങ്ങനെ ഒരു നിയമമാറ്റം വന്നു കഴിഞ്ഞാൽ, ഇതുവരെ വന്നിട്ടില്ല, വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് പേർക്ക് വലിയ പ്രശ്നം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ നമുക്ക് യുകെയിൽ ഒരു പ്രൊഫഷണലായിട്ട് വന്ന ഒരാൾ, ഇപ്പോൾ ഒരു നേഴ്സായിട്ടോ അല്ലെങ്കിൽ IT പ്രൊഫഷണലൊക്കെ ആയിട്ട് വന്നവർക്ക് ഈ മാറ്റങ്ങളൊന്നും വലുതായിട്ട് അവരെ എഫക്റ്റ് ചെയ്യില്ല. കാരണം അവർക്ക് ജോലി സെക്യൂറാണ്, അവർക്ക് ശമ്പളം ആവശ്യത്തിനുണ്ട്, അവർക്ക് ഒരു എംപ്ലോയർ അടുത്ത് മറ്റുള്ളവർക്ക് മാറുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, COS കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ അവർക്ക് മാറാം. അതല്ലെങ്കിൽ അവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറാം. ഇപ്പോൾ ഓസ്ട്രേലിയ, കാനഡയിലേക്കൊക്കെ ഈസി ആയിട്ട് ഇവിടുത്തെ നേഴ്സുമാർക്കും IT പ്രൊഫഷണൽസിനും ഒക്കെ പോകാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ 5 വർഷം 10 വർഷം ആക്കിയാലും അവർക്ക് വലിയൊരു ബുദ്ധിമുട്ട് വരികയില്ല. പക്ഷേ ഇവിടെ ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരാൻ പോകുന്നത് സാധാരണക്കാരായ ജോലിക്കാർക്കാണ്. അതായത് സീനിയർ കെയറായിട്ടോ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ സപ്പോർട്ട് വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നവർ, ഷെഫൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവർ, അവർ നല്ല നല്ല കമ്പനികളിലാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. പ്രത്യേകിച്ച് ഡൊമിസിലറി കെയറിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ നിയമം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അവരെ ആയിരിക്കും. നമുക്കറിയാമല്ലോ, സ്റ്റുഡൻറ്റ് വിസയിൽ ധാരാളം കുട്ടികളാണ് യുകെയിലേക്ക് വന്നത്. അങ്ങനെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന കുട്ടികൾ അവരുടെ പഠനശേഷം പലർക്കും അവർ പഠിച്ച ഫീൽഡിൽ ഒരു ജോലി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാം എത്തപ്പെട്ടത് കെയർ മേഖലയിൽ തന്നെയാണ്. അന്നേരം അവരുടെ എല്ലാം പ്രതീക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം എങ്ങനെയെങ്കിലും കെയറായിട്ട് പിടിച്ചു നിൽക്കുക, അതിനുശേഷം യുകെയിലെ പെർമനന്റ് റെസിഡൻസി നേടിയെടുക്കുക, ആ പെർമനന്റ് റെസിഡൻസി കിട്ടിക്കഴിയുമ്പോൾ മറ്റ് ജോലികളിലേക്ക് മാറാനുള്ളൊരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നെത്തിയ യുവാക്കൾ, അതായത് 20-22 വയസ്സുള്ള യുവാക്കൾ തൊട്ട് നല്ല പ്രായമുള്ളവർ പോലും യുകെയിൽ ഇപ്പോൾ കെയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അന്നേരം അവരുടെ എല്ലാം ആഗ്രഹം എങ്ങനെയെങ്കിലും 5 വർഷം തികച്ചു കഴിഞ്ഞ് അവരുടെ ഫീൽഡിലേക്ക് പോകണം എന്നുള്ളതാണ്. യുകെയിൽ ഇപ്പോൾ കെയറായിട്ട് വർക്ക് ചെയ്യുന്ന നാട്ടിൽ നിന്നുള്ളവരിൽ ഒരു 90% ആൾക്കാരും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്കറിയാമല്ലോ, കെയർ വർക്ക് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷനും യുകെയിൽ വേണ്ടാത്തതാണ്. അങ്ങനെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ എങ്ങനെയെങ്കിലും യുകെയിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ കെയറിൻ്റെ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പെർമനന്റ് റെസിഡൻസി അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ILR 5 വർഷത്തിൽ നിന്ന് 10 വർഷമാക്കിയാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് അവരായിരിക്കും. ഇപ്പോൾ യുകെ ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവരാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ, യുകെയിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നു. റീഫോം പാർട്ടി ശക്തമായ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. ഇവിടുത്തെ ലേബറിനെയും കൺസർവേറ്റീവിനെയൊക്കെ വളരെ പിന്നിലാക്കിക്കൊണ്ടാണ് അവർ മുമ്പിൽ എത്തിയത്. ഈ റീഫോം പാർട്ടി എന്ന് പറഞ്ഞാൽ കുടിയേറ്റത്തിനെ ശക്തമായിട്ട് എതിർക്കുന്ന പാർട്ടിയാണ്. അന്നേരം ഈ റീഫോമിൻ്റെ മുന്നേറ്റത്തിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുകെയിലെ ജനങ്ങൾ കുടിയേറ്റത്തിനെ എതിർത്ത് സംസാരിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലേബർ പാർട്ടിക്കായാലും കൺസർവേറ്റീവ് പാർട്ടിക്കായാലും പിടിച്ചു നിൽക്കണമെങ്കിൽ അവർ കുടിയേറ്റത്തിനെതിരെ എന്തെങ്കിലും ചെയ്ത് തുടങ്ങിയേ പറ്റുകയുള്ളൂ. അതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ മാസം കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവ് പറഞ്ഞത് അവർ ഭരണത്തിൽ വന്നാൽ പെർമനന്റ് റെസിഡൻസി കാലാവധി 5 വർഷത്തിൽ നിന്ന് 10 വർഷം ആക്കുമെന്നുള്ളത്.
ഇപ്പോൾ ലേബർ പാർട്ടിയും കുടിയേറ്റത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കാരണം അവർ ശക്തമായ നിലപാടെടുത്തില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ട് അവർക്ക് നഷ്ടപ്പെടുമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UK ഗവൺമെൻറ് കുടിയേറ്റത്തിനെതിരായിട്ടുള്ള ശക്തമായ നടപടികൾ അടുത്ത വൈറ്റ് പേപ്പറിൽ ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇതുവരെ അറിയുകയില്ല. ഇപ്പോൾ ഇവിടെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ നിയമം കൊണ്ടുവരുന്നത് ഇപ്പോൾ നിലവിലുള്ളവർക്ക് ബാധകമാകാത്ത രീതിയിലായിരിക്കുമോ, അതല്ല നിലവിലുള്ളവർക്കും ബാധകമാകുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാരണം ഇപ്പോൾ നിയമം കൊണ്ടുവരുന്നത് ഇനി തൊട്ട് യുകെയിലേക്ക് വരുന്നവർക്ക് പെർമനന്റ് റെസിഡൻസിക്ക് 10 വർഷം കാലാവധി നിന്നാലേ കിട്ടുകയുള്ളൂ എന്നുള്ള നിയമം വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരികയില്ല. കാരണം വരുന്നവർക്ക് അത് അറിയാം. പക്ഷേ ഈ നിലവിൽ UK-യിലുള്ളവർക്കും കൂടെ ബാധകമാകുന്ന രീതിയിലാണെങ്കിൽ അതൊരു വൻ പ്രതിസന്ധിയായിരിക്കും UK-യിൽ ഇപ്പോൾ കെയറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് വരാൻ പോകുന്നത്. UK ഗവൺമെൻറ് ഈ പെർമനന്റ് റെസിഡൻസി 5 വർഷത്തിൽ നിന്ന് 10 വർഷമാക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, പെർമനന്റ് റെസിഡൻസി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എംപ്ലോയർ എടുത്ത് ജോലി ചെയ്യാം, UK-യിലെ ബെനിഫിറ്റുകൾക്കെല്ലാം അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാൽ നമുക്ക് UK-യിലെ സിറ്റിസൺഷിപ്പും എടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് UK സിറ്റിസൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം. നമ്മൾ കെയർ ജോബ് ചെയ്യണമെന്നില്ല. എന്നാലും അവിടെ വരാൻ പോകുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കെയർ ജോബിന് വന്നവരെല്ലാം തന്നെ അതിൻ്റെ ഒരു 90% ആൾക്കാരും അവർ ആ കെയർ ജോബ് അന്നേരം നിർത്താനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അങ്ങനെ പെർമനന്റ് റെസിഡൻസ് ലഭിക്കുന്നതോടെ ഈ കെയർ ജോബ് നിർത്തുമ്പോൾ ഈ കെയർ മേഖലയിൽ വീണ്ടും ശക്തമായ വേക്കൻസികൾ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ, ഇപ്പോൾ ഒരു നേഴ്സോ അല്ലെങ്കിൽ IT പ്രൊഫഷണലൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ PR ലഭിച്ചാലും അവരവിടെ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. കാരണം അവർക്ക് ആ ഫീൽഡ് തന്നെയാണ് ഉള്ളത്. പക്ഷേ കെയർ മേഖലയിൽ വന്നവർ അങ്ങനെ ആയിരിക്കുകയില്ല. അവരുടെ ഈ ഒരു 5 വർഷം കഴിഞ്ഞ് PR കിട്ടിക്കഴിഞ്ഞാൽ ആ മേഖലയിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുപോകാനാണ് ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ശക്തമായ ഷോർട്ടേജ് വരും. വീണ്ടും വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്യേണ്ടി വരും. അത് ഇവിടുത്തെ ഇമിഗ്രേഷനെ ക്രമാതീതമായിട്ട് കൂട്ടും എന്നുള്ള കാര്യത്തിൽ വീണ്ടും ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ UK ഗവൺമെൻറ് ഇതിന് എന്തെങ്കിലും ഒരു നടപടി എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ ന്യൂസ് പേപ്പറിൽ വന്ന വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് ന്യൂസ് ലഭിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് UK ഗവൺമെൻറ് പെർമനന്റ് റെസിഡൻസി കിട്ടുന്നത് കാലാവധി 5 വർഷത്തിൽ നിന്ന് 10 വർഷമാക്കും. പക്ഷേ അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്താണെന്ന് അവർ ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്കറിയാമല്ലോ, UK-യിൽ പെർമനന്റ് റെസിഡൻസി ലഭിക്കണമെങ്കിൽ ഡിപ്പെൻഡായിട്ട് വരുന്നവരൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് എഴുതണം. കാരണം സ്കിൽഡ് വർക്കർ വിസയിൽ വന്നവർ ഓൾറെഡി അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് കാണിച്ചതുകൊണ്ട് അവർക്ക് ഇനി ആവശ്യമില്ല. ഡിപ്പെൻഡൻ്റായിട്ട് വരുന്ന എല്ലാവരും തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് പ്രൂവ് ചെയ്യണം. അതോടൊപ്പം തന്നെ UK-യിലെത്തിയ പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യുന്ന എല്ലാവരും തന്നെ 16 വയസ്സ് തൊട്ട് 65 വയസ്സുള്ള എല്ലാവരും തന്നെ ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് എഴുതിയിരിക്കണം. ഇത് അത്ര ഈസി ആയിട്ടുള്ളൊരു ടെസ്റ്റ് അല്ല, കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാൽ മാത്രം പാസ്സാകുന്ന ഒരു ടെസ്റ്റാണ്. അന്നേരം നിങ്ങൾ എല്ലാവരും തന്നെ ലൈഫ് ഇൻ ദ UK ടെസ്റ്റൊക്കെ എഴുതി തയ്യാറായി ഇരുന്നോളുക. എപ്പോൾ നിങ്ങളുടെ PR-ന് അപ്ലൈ ചെയ്യാനുള്ള കാലാവധി വരുന്നു അന്ന് തന്നെ അപ്ലൈ ചെയ്യാനുള്ള ശ്രമം നടത്തുക. കാരണം UK-യിലെ നിയമങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയില്ല അവരെന്തൊക്കെ നിയമങ്ങളാണ് ഓരോ ദിവസവും കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പോൾ തന്നെ അവർ PR-ന് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫീസ് ക്രമാതീതമായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. ഒരു ഫാമിലിക്ക് തന്നെ ഏകദേശം 4 പേരുള്ള ഒരു ഫാമിലിക്ക് ഏറ്റവും കുറഞ്ഞത് 12,000 പൗണ്ടെങ്കിലും പെർമനന്റ് റെസിഡൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് വേണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ വരുമ്പോൾ അത് തത്സമയം തന്നെ നിങ്ങളെ അറിയിക്കാനുള്ള ശ്രമം ഞാൻ നടത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെട്ട ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.